കിളിരൂർ പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട ഫയൽ കൂട്ടിയതിന് കേസിലകപ്പെട്ട ശ്രീമതി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രി ഗൂഢാലോചന പൂഴ്ത്തിവെപ്പ് എന്നീ കുറ്റത്തിന് കേസെടുക്കാൻ ശരിയാവില്ല. ആരോഗ്യമന്ത്രിയെ കൂടാതെ 2 മന്ത്രിപുത്രന്മാർക്കെതിരെയും കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പ്രഥമ ദൃഷ്ടിയ ആയതിനാൽ അല്പമെങ്കിലും നീതിബോധവും ധാർമ്മികതയും ഉണ്ടെങ്കിൽ രാജിവെക്കണം. അല്ലെങ്കിൽ കിളിരൂർ കേസ് ഒരുപാട് അഭിമാനിച്ച മുഖ്യമന്ത്രി ഇന്ന് തൃക്കാർത്തികയാണ്. തൃക്കാർത്തികയുടെ ദീപക്കാഴ്ചയാണ്. ഇത് വിജയത്തിൻ്റെ പ്രകടനമാണത്. നല്ല ഭംഗിയായിട്ടുണ്ട്. അത് ഒറ്റ സ്ട്രെച്ചിൽ അത് കിട്ടുന്നില്ല. എന്നാലും കാറ്റില്ലാത്ത കാരണം വളരെ സ്റ്റഡി ആയിട്ട് നിന്ന് കത്തണുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. ഇപ്പം മണി 7 മണി സമയം. ജസ്റ്റ് ഇരുട്ടായിരിക്കണു. 6:30 മണി. അടുത്തുള്ള ഗണേശൻ മാഷ്ട വീട്ടിലും കത്തിച്ചിട്ടുണ്ട്. വേറെ ഒരു ദിക്കിലും കാണാനില്ല. അതെ, അത് മതിലുമല കാണാറുള്ളൂ. ഇനി ഉള്ളിലുണ്ടോന്നുള്ളത് എനിക്കറിയില്ല. ഇതാണ് നന്നായി തവണ വച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മറ്റേത് മതിലിൻ്റെ മുകളിൽ അവിടെ ഒക്കെ വയ്ക്കുമ്പോൾ ഇത്രയും ഒരു കാണുമ്പോൾ ഒരു അപ്പീലിംഗ് അല്ല. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. രാജ്യത്തെ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ നിയമം കൊണ്ടുവരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ പോകുമെന്ന് മന്ത്രി ശ്രീ M. വിജയകുമാർ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ചന്ദ്രയാൻ മിഷൻ സ്കൂളുകളിൽ പ്രത്യേക പ്രോജക്ട് ആക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു.